ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാവ്യാസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജ് പിസ്സ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഓവനൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തവയിൽ വെച്ചിട്ട് എങ്ങനെ പിസ്സ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ഒറിഗാനും അതേപോലെ ഒലീവ്സ് ഒന്നും കിട്ടാൻ വിഷമമായതുകൊണ്ട് ഞാൻ ഈ റെസിപ്പിയിൽ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജ് പിസ്സ ആയിരിക്കും ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വെജ് പിസ്സ തയ്യാറാക്കുന്നത്. ഓക്കെ, നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമുക്ക് പിസ്സക്കുള്ള മാവ് തയ്യാറാക്കണം. അപ്പം ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതൊരു 10 മിനിറ്റ് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഈസ്റ്റൊക്കെ നല്ല ആക്ടിവേറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കത് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് 240 ml എൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ല ചപ്പാത്തി മാവിനേക്കാളും ലൂസായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മൾ കുഴക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചായിട്ട് ഒഴിക്കണം. ആദ്യം 1 സ്പൂണ്, അങ്ങനെ ഒരുപാടൊന്നും വേണ്ടി വരില്ല. കുറച്ചൊരു 2-3 സ്പൂണ് മതിയാവും. നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം ഞാനിത് 10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഞാനിവിടെ ഒരു നനഞ്ഞ തുണി എടുത്തിട്ടുണ്ട്. അതിനെ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് പിസ്സക്കുള്ള സോസ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. ഇത് 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി കുറച്ച് ഒരു ലേശം പൊടി, ഒരു പിഞ്ച് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 മണിക്കൂറും കൂടി ഇതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യണം. നനഞ്ഞ തുണി കൊണ്ടൊന്ന് മൂടി വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു തവയിലേക്ക് പരത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഈ പിസ്സ ചെയ്യുന്നത് തവയിലാണ്, അതുകൊണ്ടാണ് നമ്മൾ തവയിൽ പരത്തി കൊടുക്കുന്നത്. 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു തവ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഈ തവയിലൊന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തതിന് ശേഷം നന്നായിട്ട് സൈഡിലൊക്കെ ഒന്നിങ്ങനെ ഒരു ഷേപ്പാക്കി കൊടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫോർക്ക് എടുത്തിട്ട് കുത്തി കൊടുക്കണം. അല്ലാതെ പൊന്തി വരാതിരിക്കാൻ നമ്മൾ ഈ ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു 1/2 മണിക്കൂറും കൂടി റെസ്റ്റ് ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. അഥവാ നിങ്ങൾക്ക് സമയമില്ല, പെട്ടെന്ന് പിസ്സ ആക്കണമെന്നുണ്ടെങ്കിൽ ആ 1/2 മണിക്കൂർ ഒഴിവാക്കാം. അപ്പോൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിത് ഗ്യാസിൻ്റെ മേലെ പഴയ ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ പാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യണം. ഡയറക്റ്റ് ഗ്യാസിൻ്റെ മേലെ പാൻ വെക്കരുത്. അപ്പോൾ അടി വല്ലാതെ അങ്ങ് കരിഞ്ഞു പോവും. ഈ പിസ്സയുടെ താഴെ നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, കേക്ക് പോലെയല്ല, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഈ പിസ്സ വേവിക്കേണ്ടത്. 5 മിനിറ്റ് ഞാനിതൊന്ന് വേവിച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇനി ടോപ്പിങ്സ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടുന്നത് മൊസറല്ല ചീസ്. ഇത് ഞാൻ വാങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. കണ്ടോ, കടയിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ മൊസറല്ല ചീസാണ് വാങ്ങിയത്. ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് വേണ്ടത്. ഇതേപോലെ ക്യാപ്സിക്കം വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ കുറച്ച് തക്കാളി, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും പിന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയും ചെറുതായി അരിഞ്ഞതും കൂടി ഉണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പിസ്സ സോസ് ഹോം മെയ്ഡാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിസ്സ സോസ് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. സോസ് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചീസും കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഒലീവ്സ് ഉണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. വെജിറ്റബിൾസ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മേലെ കുറച്ചും കൂടി ചീസ് ഒന്നുകൂടി ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ഗ്രേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നോക്കാം നമുക്ക് ആയിനോന്ന്. ആയിട്ടില്ലെങ്കിൽ മാത്രം ഒരു 5 മിനിറ്റും കൂടി വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടോ, ചീസൊക്കെ മെൽട്ടായി വരുന്നുണ്ട്. ഇനി പക്ഷേ കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു 3 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമ്മളെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബോർഡിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ചൂടോട് കൂടി തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. നമുക്കൊന്ന് കട്ട് ചെയ്യാം. ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം. കമൻസും സജഷൻസും ഒക്കെ എനിക്ക് അയച്ചു തരിക. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു. നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 2 മീഡിയം സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ 3 വറ്റൽമുളക്, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി. 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിക്കാം. 1/2 കപ്പ് വെള്ളം മതിയാവും കേട്ടോ. 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തതാണ്. ഇനി നമുക്ക് ഈ തക്കാളീൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇത് അരച്ചിട്ട് കൊണ്ടുവരണം. അപ്പം നമുക്ക് ഇനി ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ചതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ഒരു 3 കാശ്മീരി മുളക് അതിലേക്ക് ഇട്ട് വേവിച്ചാൽ മതി. എൻ്റെ കയ്യിൽ പൊടിയായത് കാരണമാണ് ഞാൻ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പും അതേപോലെ തന്നെ എരിവും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പാകമാക്കണം. നന്നായിട്ട് തിള വരുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതൊരു നന്നായിട്ട് കട്ടിയാവണം. വെള്ളം മുഴുവൻ പോയ ആ ഒരു പരുവാവണം. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഒരു അടിപൊളി പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം.